ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ടും നിറഞ്ഞു വരണമെന്ന് നമുക്ക് വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. പ്രധാനമായും 3 വാക്കുകൾ നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്ഞാനം, വിവേകം, ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം എന്നിങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള 3 പ്രയോഗങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ആദ്യമേ കേൾക്കുമ്പോൾ ജ്ഞാനം, വിവേകം, പരിജ്ഞാനം എന്നിവയുടെ അർത്ഥതലങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഇത്തരം വാക്കുകളുടെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഇന്ന് നമുക്ക് ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, നോളജ് എന്ന വാക്കിനെ കൂടുതൽ അടുത്തറിയുവാനായിട്ട് ശ്രമിക്കാം. എപ്പിഗ്നോസിസ് എന്ന പദമാണ് ജ്ഞാനത്തെ സൂചിപ്പിക്കുവാൻ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കോ റോമൻ പശ്ചാത്തലത്തിൽ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നത് വളരെ വിലമതിക്കപ്പെട്ടിരുന്നു. പലപ്പോഴും ദാർശനികവും മതപരവുമായ പ്രബുദ്ധതയുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്പി എന്ന ഉപസർഗം ഈ പദത്തെ കൂടുതൽ തീവ്രമാക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. പൂർണ്ണതയോ വിപുലമായതോ ആയ ധാരണയെ സൂചിപ്പിക്കുവാനാണ് ഈ ഉപസർഗം ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ആദ്യകാല ക്രിസ്തു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തെയും തൻ്റെ ഉദ്ദേശങ്ങളെയും കുറിച്ചുള്ള പരിവർത്തനാത്മകവും ആപേക്ഷികവുമായ അറിവിനെ ഊന്നിപ്പറയുവാൻ എപ്പിഗ്നോസിസ് എന്ന പ്രയോഗം ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജ്ഞാനവാദ വിശ്വാസങ്ങളിൽ പ്രബലമായ ഉപരിവിപ്ലവമോ ഊഹക്കച്ചവടമോ ആയ അറിവിന് വിപരീതമായി നിലനിൽക്കുന്ന ചിന്തകളെയും ആശയങ്ങളെയുമാണ് ഈ പദം സൂചിപ്പിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇന്നത്തെ കാലഘട്ടത്തിലും സത്യത്തിൻ്റെയും ശരിയുടെയും മാർഗത്തിൽ മനുഷ്യരെയും അല്ലെങ്കിൽ മറ്റേതൊരു സൃഷ്ടിയെയും ചൂഷണം ചെയ്യുന്ന അമിതാധികാര പ്രവണതകളെയും ആധിപത്യങ്ങളെയും അതിൻ്റെ നേരെ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ പോരാടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.